മണിപ്പൂരിൽ സാമുദായിക സംഘർഷം വീണ്ടും രൂക്ഷം. കഴിഞ്ഞ ദിവസം നടന്ന വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ച് PWD മന്ത്രിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. പ്രദേശത്ത് സൈന്യത്തെ വിന്യസിച്ചിട്ടും സംഘർഷാവസ്ഥ തുടരുകയാണ്. സ്ഥിതിഗതികൾ ശാന്തമാകുന്നുവെന്ന് കരുതിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മണിപ്പൂരിൽ സംഘർഷമുണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബിഷ്ണുപൂർ ജില്ലയിലുണ്ടായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ബിഷ്ണുപൂർ, ഈസ്റ്റ് ഇൻഫാൽ, വെസ്റ്റ് ഇൻഫാൽ എന്നീ ജില്ലകളിലെ കർഫ്യൂ ഇളവ് റദ്ദാക്കിയിരുന്നു. അതേസമയം സംഘർഷം രൂക്ഷമായ സംസ്ഥാനത്ത് പ്രദേശവാസികളെ സംരക്ഷിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് മണിപ്പൂർ PWD മന്ത്രി കോതൌജം ഗോവിന്ദസിന്റെ വീട് ഒരു സംഘം ആളുകൾ തകർത്തിരുന്നു. സംഘർഷം ആരംഭിച്ച് ആദ്യമായാണ് ഒരു മന്ത്രിയുടെ വീടിനു നേരെ ഇത്തരമൊരു ആക്രമണമുണ്ടാവുന്നത്. മന്ത്രിയും കുടുംബങ്ങളും വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു ആക്രമണം. മണിപ്പൂർ മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് അടക്കമുള്ള BJP നേതാക്കൾ ആക്രമണങ്ങൾക്കെതിരെ നിശബ്ദത പാലിക്കുകയാണെന്ന വ്യാപക പരാതി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നുൾപ്പെടെ ഉയരുന്നുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിച്ചിരുന്നുവെങ്കിലും സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.